യഥാർത്ഥത്തിൽ ഒരു കൃത്യമായ രൂപരേഖ മുന്നോട്ട് വെച്ച് ഒരു ആത്മകഥ തയ്യാറാക്കാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്നില്ല. ആത്മകഥയ്ക്ക് പ്രസക്തി ഉണ്ടോ എന്നും എനിക്ക് സ്വയം സംശയമുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആലോചിച്ചപ്പോൾ ഒരു വ്യക്തി, പ്രത്യേകിച്ച് സാംസ്കാരിക രംഗത്തും അതുപോലെ തന്നെ അക്കാദമിക രംഗത്തും പല രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിയ ഒരു വ്യക്തി എന്ന നിലയിൽ ഒരാൾ അനുഭവങ്ങൾ അതിൽ വസ്തുനിഷ്ഠമായും വേദനാജനകമായും അതുപോലെ തന്നെ നമ്മുടെ സാമൂഹിക ബന്ധങ്ങളുമായുമൊക്കെ പല നിലകളിൽ പല മാനങ്ങളിൽ പറയേണ്ട കാര്യങ്ങൾ ജീവിതവുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന് സ്വയം തിരിച്ചറിയുകയും അല്ലെങ്കിൽ സ്വയം ഞാനിങ്ങനെ എന്നെക്കുറിച്ച് തന്നെ ആലോചിക്കുകയും ചെയ്തത്. ഒരുപക്ഷെ അത് ഒരു നിശ്ചിത പ്രായം കഴിയുമ്പോൾ ഏത് വ്യക്തിയിലുണ്ടാവുന്നതായിരിക്കും. പക്ഷെ അങ്ങനെ ആ ഒരു സന്ദർഭത്തിൽ എനിക്ക് പറയേണ്ട ചില കാര്യങ്ങൾ, ഒന്ന് എൻ്റെ ദേശത്തെ അടയാളപ്പെടുത്തുക, എൻ്റെ സാമൂഹിക സാഹചര്യങ്ങളെ അടയാളപ്പെടുത്തുക. അങ്ങനെ കടന്നു വരുമ്പോൾ വളരെ സാഹസികമായും വളരെ കഠിനാധ്വാനം ചെയ്തും കടന്നു വരുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്ന വഴികളിലൊക്കെ കാണുന്ന തടസ്സങ്ങൾ അത് തികച്ചും വ്യക്തിപരമല്ല എന്ന ഒരു തിരിച്ചറിവ് കൂടിയാണ് ഇതുപോലൊരു കൃതി രചിക്കാൻ എന്നെ പ്രേരിപ്പിച്ചിട്ടുള്ളത്. കാരണം വ്യക്തികൾക്ക് പല അനുഭവം ഉണ്ടാവാം, പക്ഷേ വ്യക്തികളുടെ അനുഭവങ്ങൾക്ക് സാമൂഹികമായ മാനങ്ങൾ ഉണ്ടാകുമ്പം തീർച്ചയായും അത് അനാവരണം ചെയ്യേണ്ടത്, തുറന്നു പറയേണ്ടത് ഭാവി സമൂഹത്തിന് കൂടി അനിവാര്യമായിട്ടുള്ളൊരു ദൗത്യമാണ്. അല്ലെങ്കിൽ നമ്മൾ ജീവിതം എന്ന് പറയുന്നത് വളരെ അനിച്ഛാപരമായി ഇങ്ങനെ യാന്ത്രികമായി മാത്രം മുന്നേറുന്ന ഒരു പ്രക്രിയയായി മാറിപ്പോകും. വാസ്തവത്തിൽ നമ്മൾ എവിടെയാണ് നമുക്ക് സാമൂഹികമായ വിലക്കുകളുള്ളത്, അത് ദൃശ്യമായും അദൃശ്യമായും എവിടെയൊക്കെ പ്രവർത്തിക്കുന്നത്, ഇതുകൂടി പറയേണ്ടത് സാമൂഹികമായൊരു ഉത്തരവാദിത്തമാണ് എന്ന് എനിക്ക് തോന്നി. ഇപ്പോൾ എൻ്റെ ആത്മകഥയുടെ ആദ്യ ഭാഗം തന്നെ എൻ്റെ പേരുമായി ബന്ധപ്പെട്ടാണ്. ഒരു പേര് എന്നുള്ളത് എന്ത് പേരും ആവാം ഒരാൾക്ക്, പക്ഷേ ചില പേരുകൾ ഇകഴ്ത്തപ്പെടുകയും ചില പേരുകൾ വാഴ്ത്തപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളത് അത് സാമൂഹിക ബന്ധങ്ങൾക്കകത്ത് രൂപപ്പെട്ടു വന്നിട്ടുള്ള ഉത്തമ അധമ ദ്വന്ദ്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ഇത് നേരത്തെ മുതൽ മറ്റു പല സാമൂഹിക കാര്യങ്ങളെയും സംബന്ധിച്ച് പറയുന്ന സന്ദർഭത്തിലൊക്കെ ഞാൻ ഈ ഉത്തമ അധമ ദ്വന്ദ്വത്തെ പ്രശ്നവൽക്കരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ലീലാതിലകത്തിലൊക്കെ പറയുന്ന ഭാഷയുമായി ബന്ധപ്പെട്ട് ഉത്തമ ഭാഷ അധമ ഭാഷ എന്നുള്ള സങ്കല്പം. യഥാർത്ഥത്തിൽ എൻ്റെ രചനയുടെ ലോകം അല്ലെങ്കിൽ എൻ്റെ ആവിഷ്കാരത്തിൻ്റെ ലോകം തുടങ്ങുന്നത് തന്നെ ആധുനികാനന്തരം രൂപപ്പെട്ടു വന്നിട്ടുള്ള ഈ ഉത്തമ അധമ ദ്വന്ദ്വത്തെ പ്രശ്നവൽക്കരിച്ചുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ആത്മകഥയും എൻ്റെ ആദ്യകാല രചനയും തമ്മിലൊരു തുടർച്ചയുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ ഒരു തുടർച്ചയിലാണ് ഞാൻ യഥാർത്ഥത്തിൽ ഈ ഒരു ദൗത്യം നിർവഹിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊരു സാംസ്കാരിക ദൗത്യമാണ്, അതൊരു സാമൂഹിക ദൗത്യമാണ്. അത് ചരിത്രത്തിൽ രേഖപ്പെട്ട് കഴിഞ്ഞു, അത്ര തന്നെ എനിക്ക് ഉദ്ദേശമുണ്ടായിരുന്നുള്ളൂ. ഇത് സമൂഹത്തിൽ അത് രേഖപ്പെട്ട് കഴിയണം. ഇപ്പോൾ കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഈ പുസ്തകത്തിൻ്റെ വ്യാപനം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കാരണം അത് വായിച്ച പല ആളുകളും എന്നെ വിളിക്കുകയും സംസാരിക്കുകയും പല രീതിയിൽ യോജിച്ചാലും ആ രീതിയിൽ എന്നെ അവർ എഴുതിയും മെസ്സേജ് അയച്ചും ഒക്കെ എന്നെ ഈ കാര്യം ബോധ്യപ്പെടുന്നുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ദൗത്യം ഞാൻ മറ്റു പല രചനകളും നിർവഹിച്ചെങ്കിലും അവയുടെയൊക്കെ തുടർച്ചയിൽ ഈ ജീവിത സായാഹ്നത്തിൽ ഇതുപോലൊരു ദൗത്യം നിർവഹിക്കാൻ കഴിഞ്ഞു എന്നുള്ള ആത്മസംതൃപ്തി എനിക്കുണ്ട്. കാരണം ഇത് എത്തേണ്ടിടത്തിലെല്ലാം എത്തിക്കഴിഞ്ഞു. കാരണം പ്രത്യേകിച്ച് ഇത് വായിച്ചിട്ടുള്ളത് ഇപ്പോൾ മദ്രാസ് യൂണിവേഴ്സിറ്റി മുതൽ കേരളത്തിലെ പല യൂണിവേഴ്സിറ്റികളിൽ കോളേജുകളിലൊക്കെ ഉള്ള ആളുകൾ, അതുപോലെ പല രീതിയിൽ സാമൂഹികമായി ഇടപെടുന്ന ആളുകൾ, അവരൊക്കെ വായിച്ചു കഴിഞ്ഞു എന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും ഈ അർത്ഥത്തിൽ എൻ്റെ ഈ പുസ്തകം ഒരു വലിയ സാംസ്കാരിക ദൗത്യം ഞാൻ തുടങ്ങി വെച്ച, എന്നിലൂടെ മാത്രമല്ല കേരളത്തിലെയും ഇന്ത്യയിലെയും ഒട്ടനവധി മനുഷ്യർ മുഖ്യധാര
ആശയ പരിസരത്തെ വിമർശിച്ചുകൊണ്ട് നിർവഹിച്ച ദൗത്യത്തിൻ്റെ തുടർച്ചയിൽ, അല്ലാതെ ഞാൻ കണ്ടുപിടിച്ചതോ ഞാൻ മാത്രം ഉൽപ്പാദിപ്പിച്ചതോ ഒന്നും ആണ് എനിക്കും അഭിപ്രായമില്ല. ഞാൻ ഈ പുസ്തകത്തിൽ തന്നെ പറയുന്നത് പോലെ ഒരു പ്രത്യേക സാമൂഹ്യ സാഹചര്യത്തിൽ മാത്രമേ ഞാനും ഈ രീതിയിലുള്ള ഒരു വിമർശകനായി വളർന്നിട്ടുള്ളൂ. അതിനു മുമ്പ് ഞാൻ ആന്തരവൽക്കരിച്ച ഒട്ടനവധി കാര്യങ്ങൾ മുഖ്യധാരയിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട നമ്മുടെ വൈജ്ഞാനിക രംഗത്തായാലും അക്കാദമിക രംഗത്തായാലും മേൽക്കൈ നേടിയിട്ടുള്ള ഭരണവർഗ ആശയം തന്നെയായിരുന്നു. പക്ഷേ ആ ഭരണവർഗ ആശയത്തെ പ്രതിരോധിച്ചുകൊണ്ടുള്ള ചിന്തകൾ എന്നു മുതലാണോ എഴുതാൻ തുടങ്ങിയത്, എന്നു മുതലാണോ പറയാൻ തുടങ്ങിയത്, അന്ന് മുതൽ എന്തുകൊണ്ട് ഒരു മനുഷ്യൻ, ഒരു വ്യക്തി വേട്ടയാടപ്പെടുന്നു എന്നതും വളരെ പ്രസക്തമാണ്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ എനിക്ക് പല കാരണങ്ങളാൽ വലിയ പരിക്കൊന്നും ഇതുവരെ പറ്റിയില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അതേസമയത്ത് ഒട്ടനവധി ആളുകൾ ഒരുപക്ഷെ വഴിയിൽ വീണ് പോയിട്ടുണ്ടാവും, നമ്മൾ കാണാത്ത. ഇപ്പോൾ പോത്തേരി കുഞ്ഞമ്പുവിൻ്റെ നോവലിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ അടുത്ത കാലത്താണ് ആ നോവൽ കണ്ടെടുക്കുന്നത് ചരിത്രത്തിൽ. അപ്പോൾ അങ്ങനെ ചതിക്കുഴികളിൽ വീണുപോയ ഒട്ടനവധി മനുഷ്യരുണ്ടാവും, ഒട്ടനവധി രചനകളുണ്ടാവും. ഇനിയും ആളുകൾ വീഴാതിരിക്കണമെങ്കിൽ അത് തുറന്ന് പറയുകയും തുറന്ന് ആവിഷ്കരിക്കുകയും ആളുകൾ വായിക്കുകയും അത് സംവാദ വിധേയമാക്കുകയും ചെയ്യണം. അപ്പോൾ യഥാർത്ഥത്തിൽ സംവാദങ്ങൾ പോയിട്ട് കണ്ടില്ല എന്ന് വെക്കുന്ന രീതിയിൽ ഇഗ്നോർ ചെയ്യുക അല്ലെങ്കിൽ അവഗണിക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു സമീപനമാണ് പൊതുവേ നമ്മുടെ കേരളീയ സമൂഹത്തിൽ ഈ സവർണാഭിമുഖ്യമുള്ള, സവർണ പ്രത്യയശാസ്ത്രാഭിമുഖ്യമുള്ള ഈ ഭരണകൂട പ്രത്യയശാസ്ത്രത്തെ നിരന്തരം പിന്താങ്ങിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൗത്യം. ഇപ്പോൾ കേരളത്തിൽ പല രീതിയിലുള്ള പ്രതിരോധങ്ങൾ പല ഘട്ടത്തിലും കടന്നു വന്നിട്ടുണ്ട്, ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ അത് എങ്ങനെയാണ് നിഷ്പ്രഭമാക്കി കളയുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെടുത്തും. ഇപ്പോൾ ഈ പുസ്തകത്തിൽ പറയുന്നത് പ്രത്യേകിച്ച് എൻ്റെ വ്യക്തിപരമായ അനുഭവമാണ്. അതിൽ എന്നോടൊപ്പം ചില സന്ദർഭങ്ങളിലൊക്കെ KEN കടന്നു വരുന്നുണ്ട്. അത് ഒരു ലാൻഡ്മാർക്കാണ്, ചരിത്രത്തിലെ ഒരു ലാൻഡ്മാർക്കാണ്. കാരണം പുരോഗമന പ്രസ്ഥാനത്തിനോടൊപ്പം കേരളത്തിലെ വളരെ സജീവമായി പ്രവർത്തിക്കുകയും ഇടപെടുകയും ചെയ്തുകൊണ്ടിരിക്കെ സംഘടനാപരമായിട്ടുള്ള യാതൊരു തരത്തിലുള്ള കുറ്റകൃത്യവും നിർവഹിക്കാതെ തന്നെ എങ്ങനെയാണ് ഈ സവർണ പ്രത്യയശാസ്ത്രം പ്രവർത്തിക്കുന്നത് എന്നത് അനാവരണം ചെയ്യാൻ എൻ്റെ പുസ്തകത്തിലൂടെ ഒരു പരിധിവരെ സാധിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായും അത് പിന്നെ ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത് എന്നത് അതിൻ്റെ പശ്ചാത്തലമായി എൻ്റെ കുടുംബത്തിൻ്റെ, എൻ്റെ സാമൂഹ്യ സാഹചര്യത്തിൻ്റെ, എൻ്റെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളുടെ ഒക്കെ സന്ദർഭങ്ങളിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. വാസ്തവത്തിൽ അതുപോലും പറയേണ്ടി വരുന്നത് ഒരു കീഴാള സമൂഹത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു ന്യൂനപക്ഷ സമുദായത്തിൽ ജനിച്ചു വളർന്ന ഒരാളുടെയോ ഉത്തരവാദിത്തമായി മാറുകയാണ്. വാസ്തവത്തിൽ മറ്റൊരാൾക്കും ഞാൻ എന്തുകൊണ്ട് ഇത് നിർവഹിച്ചു ആ രീതിയിൽ പുറത്ത് പറയേണ്ടി വരുന്നില്ല. മറിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ മതനിരപേക്ഷതയുടെ കാർഡിങ്ങനെ പുറത്ത് കാണിച്ചുകൊണ്ട് വേണം ഞാൻ ഈ കാര്യം പറയാൻ എന്ന് പറയുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കുക, പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ഒട്ടനവധി ആളുകൾ, ഒരുപാട് അനുഷ്ഠാനം നിർവഹിക്കുന്ന ആളുകൾ, ഒരുപാട് തരത്തിൽ ദേവാലയങ്ങൾ സന്ദർശിക്കുകയും ഭക്തി നിലനിർത്തുകയും അങ്ങനെയൊക്കെ ആചാരാനുഷ്ഠാനങ്ങൾ നിർവഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ പോലും ഇതിൻ്റെയൊക്കെ ഭാഗമാണ്. അതിനോടൊന്നും ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനോ പുരോഗമന പ്രസ്ഥാനത്തിനോ വലിയ വിലക്കുകളോ തടസ്സങ്ങളോ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു കീഴാളിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു ദളിതനെ സംബന്ധിച്ചിടത്തോളം, ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനത്തിന് മുമ്പിൽ ഞാൻ പള്ളിയെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു, ഞാനെല്ലാം തള്ളിപ്പറഞ്ഞിരിക്കുന്നു എന്ന് പറയേണ്ടി വരുന്നത് എന്നുള്ളതാണ്. വാസ്തവത്തിൽ ഇവരെ ആരെങ്കിലും ബോധ്യപ്പെടുത്താനല്ല വ്യക്തി എന്ന നിലയിൽ ഞാൻ ഇത്തരം നിലപാടുകളിൽ തികച്ചും മതേതരമായി തീർന്നത്. അതുകൂടി ഞാൻ പറയേണ്ടി വരുന്ന സാഹചര്യം പോലും ഞാൻ സൂചിപ്പിക്കുകയാണ്. കാരണം യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരാൾ ആയിത്തീരുന്നതിന് പല കാരണങ്ങളുണ്ടാകും. പക്ഷേ ഞാൻ എന്തുകൊണ്ടായിത്തീർന്നു എന്നുകൂടി ഇതിൽ വിവരിക്കുന്നത്, ഞാൻ എന്താണ് എന്നുകൂടി ഇതിൽ വിവരിക്കുന്നത്, എന്നെ നിരന്തരം വേട്ടയാടപ്പെട്ടു. ചുരുങ്ങിയത് ഒരു 2007-8 മുതലെങ്കിലും ഈ വേട്ടയാടലിന് ഞാൻ വിധേയമായിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ്.
നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ വേട്ടയാടിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരേറ്റവും ഭയപ്പെടുന്നത് ജാതിയെക്കുറിച്ചുള്ള സംവാദമാണ്. ഇപ്പം ഞാൻ എൻ്റെ കേരളീയതയുടെ വർത്തമാനം എന്നുള്ള ആദ്യകാലത്തുള്ള പുസ്തകം, ആധുനികോത്തരതയുടെ കേരളീയ പരിസരമല്ല, ആധുനികോത്തരതയുടെ കേരളീയ പരിസരം എന്നുള്ളത് മറ്റൊരു രീതിയിൽ സൈദ്ധാന്തികമായിട്ടുള്ള കാര്യങ്ങൾ കേരളത്തോട് ചേർത്ത് വെക്കുന്നുണ്ട്. പക്ഷേ അതേസമയം കേരളീയതയുടെ വർത്തമാനത്തിൽ നമ്മൾ ഈ അതീശാധികാര വ്യവസ്ഥ എങ്ങനെയാണ് കേരളത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയത്, നമ്മുടെ വിദ്യാഭ്യാസത്തിലായാലും നമ്മുടെ മറ്റ് തലത്തിലുള്ള ജ്ഞാനോൽപാദനത്തിലായാലും സാഹിത്യ സമ്പർക്കങ്ങളിലായാലും ഒക്കെ ഇത് പ്രവർത്തിക്കുന്നതിനെക്കുറിച്ചുള്ള ഏതാണ്ട് താരതമ്യേന ആ കാലഘട്ടത്തിൽ, ഇന്നിപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് പഠനങ്ങൾ ഒരുപാട് ആളുകളിൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്, പക്ഷേ അന്ന് ഇത്തരം പഠനങ്ങളൊന്നും അധികം ഉണ്ടാവാത്ത കാലമാണ്. അപ്പോൾ ആ ഒരു കാലത്ത് ഇങ്ങനെ നിർവഹിക്കപ്പെടുകയും തുടർന്ന് വലിയ രീതിയിൽ ഒറ്റപ്പെടുത്തലുകൾക്ക്, പല രീതിയിൽ മാറ്റിവെക്കലുകൾക്ക് വിധേയമാവുകയും പല ചോദ്യം ചെയ്യലുകൾക്ക് വിധേയമാവുകയും ആ സന്ദർഭങ്ങളൊക്കെ ഈ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ കാണാൻ പറ്റും. നമ്മൾ എവിടെയെല്ലാം സ്ഥാപനങ്ങളിൽ, എൻ്റെ തികച്ചും ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ മെറിറ്റ് കൊണ്ടല്ലാതെ ഞാനൊരു സ്ഥാപനത്തിലും ഇരുന്നിട്ടില്ല എന്നാണ്. എൻ്റെ കഠിനാധ്വാനം കൊണ്ടും എൻ്റെ ശേഷി കൊണ്ടും മാത്രമാണ് ഞാനൊരു ജോലി സമ്പാദിച്ചതും ഞാൻ ഇപ്പോഴും ജീവിക്കുന്നതും ഒക്കെ. ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു തരത്തിലുള്ള ഒരു സൗജന്യവും ഒരു ആനുകൂല്യവും പറ്റിയിട്ടില്ല എന്ന ഉത്തമ ബോധ്യം കൂടി എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ഇത്രമാത്രം അസ്വസ്ഥാവുന്നത്, എന്തുകൊണ്ടാണ് ഇത്രമാത്രം വ്യാകുലപ്പെടുന്നത്? ഇവർ ഞങ്ങളെ മാത്രമായിരിക്കില്ല വേട്ടയാടിയത്, ഒട്ടനവധി ആളുകളെ ഇവർ നിഷ്പ്രഭമാക്കിയിട്ടുണ്ടാവും, ഇവർ വളരെ എളുപ്പത്തിൽ നിഷ്പ്രഭമാക്കിയിട്ടുണ്ടാവും. പക്ഷേ അങ്ങനെ ഇത്തരം കാര്യങ്ങൾ പറയാൻ എല്ലാവർക്കും കഴിയില്ല. ഇപ്പോൾ എനിക്ക് കഴിയുന്നത്, ഞാൻ ഈ സാംസ്കാരിക മണ്ഡലത്തിലും അക്കാദമി മണ്ഡലത്തിലും നിരന്തരം പ്രവർത്തിക്കുകയും ഇവരുടെ എല്ലാ ചവിട്ട് കിട്ടുമ്പോഴും മറുവശത്ത് ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തു എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും എൻ്റെ ഈ ആത്മകഥ എന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരു വ്യക്തി അനുഭവിച്ച വേദനയുടെയും മാനസിക സംഘർഷങ്ങളുടെയും സന്തോഷങ്ങളുടെയും അതിജീവനങ്ങളുടെയും ഒക്കെ ഒരു രേഖപ്പെടലാണ് എന്നാണ് ഞാൻ കരുതുന്നത്. കുഞ്ഞാമൻ എൻ്റെ ആത്മകഥയുടെ പല ഭാഗങ്ങളും വീണ്ടും വീണ്ടും വായിക്കാൻ തോന്നും. കാരണം നമ്മൾ ഇത്രമാത്രം മനുഷ്യത്വരഹിതമായി, അതല്ല ആ കാലത്തല്ലേ എന്ന് പറയൂ, ആ കാലത്ത് അല്ലാതെ ഇന്നിപ്പോൾ ആർക്കെങ്കിലും കുഴികുത്തി കഞ്ഞി കൊടുക്കാൻ പറ്റില്ലല്ലോ. അതിന് പകരം അയാളെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അവഹേളിക്കുക, ജോലി ചെയ്യുന്ന സ്ഥലത്ത് മാറ്റി നിർത്തുക, അയാൾക്ക് അർഹതപ്പെട്ട പ്രമോഷനുകൾ കൊടുക്കാതിരിക്കുക, അയാൾക്ക് വേദികൾ നിഷേധിക്കുക. അല്ലാതെ കുഴികുത്തി കഞ്ഞി കൊടുത്താൽ ഇന്നിപ്പോൾ വിവരം അറിയല്ലോ. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം പഴയ കാലത്തല്ലേ, ഇപ്പോൾ ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ വാസ്തവത്തിൽ തിരിച്ചറിയേണ്ടത്, ഇപ്പം ആധുനിക കാലത്ത് അല്ലെങ്കിൽ ആധുനികാനന്തരം ഇതുപോലെ സംവാദങ്ങളും പൊതുമണ്ഡലവും വികാസം പ്രാപിച്ച ഒരു കാലത്ത് മാധ്യമങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളും ഒക്കെ ഇവിടെ ഏതെങ്കിലും വ്യക്തികൾക്കോ അല്ലെങ്കിൽ സോക്കോൾഡ് പണ്ഡിതന്മാർക്കോ നിയന്ത്രിക്കുന്നതിനപ്പുറമായി കഴിഞ്ഞ ഒരു കാലത്ത് യഥാർത്ഥത്തിൽ ഇവർക്ക് പഴയ കാലത്തെക്കുറിച്ച് ആവർത്തിച്ച് പറയുന്നതിലൂടെ അവർക്ക് സ്വയം തൃപ്തിപ്പെടാമെന്നല്ലാതെ ഒരു തരത്തിൽ ഒരു ചലനവും ഈ സമൂഹത്തിൽ ഉണ്ടാക്കാൻ കഴിയില്ല. ഇപ്പോൾ ആളെ കൂട്ടുന്ന അതുകൊണ്ട് മാത്രം നമുക്കൊരു കാര്യമില്ല എന്നുള്ളത് നമ്മുടെ അനുഭവങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. കാരണം നമ്മളിപ്പോൾ എത്ര ചെറിയ കാര്യമായാലും സത്യമാണെങ്കിൽ, അത് യാഥാർത്ഥ്യമാണെങ്കിൽ, അത് മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള മനുഷ്യബന്ധങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അനുഭവത്തിൽ നിന്ന് ഉയർന്നു വരുന്നതാണെങ്കിൽ അത് ഇന്നല്ലെങ്കിൽ എന്നെങ്കിലും സമൂഹം ചർച്ച ചെയ്യപ്പെടും. അത് ആലേഖനം ചെയ്യപ്പെടുന്ന രചനകൾക്കുള്ളൊരു പ്രത്യേകത അതാണ്. അപ്പോൾ നമുക്കറിയാമല്ലോ 1892 സരസ്വതി വിജയം. പക്ഷേ ഇപ്പോൾ 2020 അത് ചർച്ച ചെയ്യപ്പെടുന്നത് കേരളത്തിൽ. 1981 ജോർജ് ഇരുമ്പോയോ അത് തട്ടിക്കൂട്ടി ഒരു പുസ്തകത്തിൽ ചേർത്തിരുന്നില്ലെങ്കിൽ ഞാനൊന്നും അത് കാണില്ല കേട്ടോ, കേരളം തന്നെ കാണില്ല. അപ്പോൾ എത്രമാത്രം എത്ര സമർത്ഥമായിട്ടാണ് ഈ കാര്യങ്ങൾ മൂടിവെക്കാനും അപ്രസക്തമാക്കാനും മാറ്റിവെക്കാനും കഴിയുന്നത്.
ഇപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മളിപ്പോൾ മുമ്പൊക്കെ അംബേദ്കറെ കുറിച്ച് പഠിക്കുമ്പോൾ ഭരണഘടനാ ശില്പി എന്ന് മാത്രമാണ് പഠിക്കുന്നത്. ഒരിക്കലും അദ്ദേഹത്തിന് ദാർശനികനായോ ചിന്തകനായോ വലിയ ദൈക്ഷണികനായോ ഇന്ത്യയിലെ ഏറ്റവും വലിയ പണ്ഡിതനായോ ഒന്നും ഞങ്ങളാരും പഠിച്ചിട്ടില്ല, മനസ്സിലാക്കിയിട്ടുമില്ല. പിന്നീട് ഇന്ത്യയിലെ കീഴാളർക്കൊരു ഉണർവുണ്ടാവുകയും ആ ഉണർവിൻ്റെ ഭാഗമായി വലിയ രീതിയിലുള്ള അംബേദ്കർ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വരുകയും ചെയ്യുന്നത് പോലെ വരെ ഇന്ത്യയിലെ മറ്റ് പണ്ഡിതന്മാരോ അല്ലെങ്കിൽ പുരോഗമന ചിന്തകരോ ഒരിക്കലും അംബേദ്കർ എന്ന് പറയുന്ന ഒരു മഹാപണ്ഡിതനെക്കുറിച്ച് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പണ്ഡിതനല്ലേ. ഇത്രമാത്രം ഡിഗ്രികൾ ആ കാലത്ത് നമ്മൾ നോക്കണം. ഒരു സൗകര്യവുമില്ലാത്ത, ഒരു ഭൗതിക സാഹചര്യവുമില്ലാത്ത അന്തരീക്ഷത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരു മനുഷ്യൻ, ഒരു വ്യക്തി ഇത്രമാത്രം പാണ്ഡിത്യവും ഇത്രമാത്രം PhDയും അതും ലോകത്തിലെ ഏറ്റവും ഉയർന്ന സർവകലാശാലകളിൽ നിന്ന് കരസ്ഥമാക്കിയിട്ട് എത്രയോ കാലം അദ്ദേഹം ഭരണഘടനാ ശില്പി എന്ന ഒറ്റ വാക്കിൽ ഒതുങ്ങി എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു വ്യക്തിയെ ബാധിക്കുന്ന പ്രശ്നമല്ല, ഇത് സമൂഹത്തെ പൊതുവെ ബാധിക്കുന്ന, പൊതുവെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന, നിരന്തരം അമർത്തപ്പെടുന്ന, നിരന്തരം അരികുവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ മുഴുവൻ വേദനയും ഉൾക്കൊള്ളുന്ന ഒരു വഴിയിൽ തന്നെയാണ് വാസ്തവത്തിൽ ഞാനും അറിഞ്ഞോ അറിയാതെയോ എത്തപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് എൻ്റെ ഈ പറച്ചിലുകൾ അതിൽ ഒരു തരത്തിലുള്ള അതിശയോക്തിയില്ല, ഒരു തരത്തിലുള്ള കൂട്ടിച്ചേർക്കലുകളുമില്ല. ഈ എഴുതിയ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ വളരെ കൃത്യതയോടുകൂടി, വളരെ വ്യക്തതയോടുകൂടി മാത്രം രചിച്ചിട്ടുള്ളതാണ്. എന്നോട് പലരും ഈ പുസ്തകം വായിച്ച ശേഷം എന്നെ വ്യക്തിപരമായി അറിയുന്ന പലരും മറ്റു പല സംഭവങ്ങളും ഇതിൽ എഴുതാത്തതിനെക്കുറിച്ച് ചോദിച്ചു. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞത്, ഞാനൊരു ത്രെഡ് മനസ്സിൽ എഴുതാനിരുന്നപ്പോൾ രൂപപ്പെടുകയും അതിലങ്ങനെ പോവുകയാണ് ചെയ്തത്. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനെ പിൻബലമായി തീരുന്ന എൻ്റെ മനസ്സിൽ എവിടെയൊക്കെയോ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് എഴുതിയിട്ടുള്ളത്. അല്ലെങ്കിൽ കേൾക്കാനോ അല്ലെങ്കിൽ പറഞ്ഞാലോ രസകരമായിട്ടുള്ളതും പൊളിറ്റിക്കലും സോഷ്യലും ആയിട്ടുള്ള ഡയമെൻഷനുള്ളതായിട്ടുള്ള മറ്റ് അനുഭവങ്ങളുമുണ്ട്. ഒരുപാട് അനുഭവങ്ങൾ ഇനിയും വാസ്തവത്തിൽ പറയാനുണ്ട്. പക്ഷേ ഞാൻ ഇതിനെ ഒരു കോമൺ ത്രെഡിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. കാരണം എൻ്റെ ജീവിതത്തിലെ ഈ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് അക്കാദമിക മണ്ഡലത്തിലെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു 19-55 വയസ്സാവുമ്പോഴാണ് അതിൻ്റെ ഒരു വലിയ ഒരു കോൺട്രിബ്യൂഷൻ്റെ ഒരു സമയമെന്നാണ് ഞാൻ കരുതുന്നത്. പ്രത്യേകിച്ച് ഈ സാഹിത്യ രചന പോലെയല്ല, അക്കാദമിക മണ്ഡലത്തിൽ നമ്മൾ ലോകം മുഴുവൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാരണം അതൊരു പഠന പ്രക്രിയയുടെയും നിരന്തരമായ ഇടപെടലുകളുടെയും ഗവേഷണങ്ങളുടെയും ഒക്കെ ഒരു ആകത്തുകയാണ് ഈ ജീവിതത്തിലെ ഒരു 19 വയസ്സിന് ശേഷം ഇങ്ങനെ മുന്നോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ഞാൻ അതിൻ്റെ ഒരു പാരമ്യത്തിലേക്ക് എത്തുന്ന അവസ്ഥയിലാണ് നിരന്തരമായി ഞാൻ ഇടപെടുന്ന, എൻ്റെ ചുറ്റും എൻ്റെ സ്വന്തമെന്ന് കരുതിയ, എൻ്റെ സഖാക്കളെന്ന് കരുതിയ, എൻ്റെ സുഹൃത്തുക്കളെന്ന് കരുതിയ, എൻ്റെ ഇടതും വലതുമായി, ഇതിൽ ചിലരുടെ ഒക്കെ വളരെ സൗഹൃദം ബാഹ്യമായി കാണിക്കുകയും ഈ ബാഹ്യമായി സൗഹൃദം കാണിച്ചുകൊണ്ട് തന്നെ അതേ സമയത്ത് പടയോട്ടക്കാരായി ചിത്രീകരിക്കുന്ന പുസ്തകം രചിക്കുകയും, അപ്പോൾ ഒരു പുസ്തകം രചിക്കുക എന്ന് പറഞ്ഞാൽ പുസ്തകത്തിൽ നിൽക്കുന്നില്ല അവർ ചെയ്യുന്ന കാര്യം. അവർ ഉക്കാസ പുരോഗമന പ്രസ്ഥാനത്തിനകത്തും പുറത്തുമായി ഈ ഒരു പ്രചരണം, പ്രത്യേകിച്ച് നമ്മളെ ഇന്ത്യ 1990 ശേഷമെങ്കിലും നിരന്തരം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമോഫോബിയ എന്നുള്ള മുസ്ലിം അപരവൽക്കരണം എന്നുള്ള കാര്യവുമായി ചേർത്ത്, ഇപ്പം നമുക്കറിയാലോ ഈ കേന്ദ്ര ഗവൺമെൻറ്റൊക്കെ പിന്നെ ഈ മംദാനിയുടെ ഒരു പ്രഭാഷണത്തിൽ അദ്ദേഹം ഉമർ ഖാലിദിനെ ഉദ്ധരിക്കുന്നുണ്ട്. നമ്മൾ അത്ഭുതപ്പെട്ടു. അമേരിക്കയിലെ ന്യൂയോർക്കിലെ മേയർ തെരഞ്ഞെടുപ്പ് കാലത്ത്, അത് മറുഭാഗത്ത് ട്രംപ് പോലെ വളരെ ശക്തനായ ആ രാജ്യത്തെയും ലോകത്തെയും നിയന്ത്രിക്കുന്ന ഒരു ഭരണാധികാരി ഉണ്ടായിട്ടും അദ്ദേഹം ഇന്ത്യയിൽ നിന്നുള്ള തടവറയിൽ ജീവിക്കുന്ന ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ മുൻ വിദ്യാർത്ഥിയായ ഉമർ ഖാലിദിനെ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഉദ്ധരണിയിൽ അയാൾ വായിക്കുന്നത് ഉമർ ഖാലിദ് എഴുതിയിട്ടുള്ള ഒരു കത്താണ് ആ പ്രഭാഷണത്തിൽ.
അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കണം, അങ്ങ് വളരെ വിദൂരതയിൽ ഒരു മേയർ സ്ഥാനാർത്ഥി അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും ജയിച്ച് കയറാൻ വേണ്ടി ആണ് പ്രവർത്തിക്കേണ്ടത്. പക്ഷേ അപ്പോഴദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഈ പീഡിപ്പിക്കപ്പെടുന്ന, തടവിലാക്കപ്പെടുന്ന മുഴുവൻ മനുഷ്യരും കടന്നു വരികയാണ്. അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഈ ഇന്ത്യയിലെ തിഹാർ ജയിലിലോ മറ്റോ കിടക്കുന്ന ഉമർ ഖാലിദിൻ്റെ കത്ത് ഉദ്ധരിക്കുന്നത്. അപ്പോൾ ആ കത്തിൽ അദ്ദേഹം വായിക്കുന്നുണ്ട്, ഇംഗ്ലീഷിൽ വളരെ കൃത്യമായി. ഇപ്പോഴും നമുക്ക് ആർക്കും കാണാവുന്ന ഔട്ട്ലുക്കിലാണ് ആദ്യം പ്രസിദ്ധീകരിച്ച് വന്നത്, പിന്നീട് ഇപ്പം പലതിലും കാണാൻ പറ്റും. അപ്പോൾ യഥാർത്ഥത്തിൽ ആ കത്തിൽ അദ്ദേഹം പറയുന്നത്, ഞാൻ വാസ്തവത്തിൽ ഇങ്ങനെ തടവറയിലാക്കപ്പെട്ടതിന് ശേഷം പുറത്ത് കൊണ്ടുപോകുന്ന സന്ദർഭം ഉണ്ടാവുമല്ലോ തടവറയിൽ നിന്ന് ഈ പോലീസുകാരൊക്കെ, അപ്പോഴും ആളുകളിങ്ങനെ സ്വതന്ത്രമായി നടന്നു പോകുന്നതും വരുന്നതും ഒക്കെ കാണുമ്പോൾ ഈ തടവറക്ക് പുറത്തുള്ള ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംഘർഷത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് മംദാനി വംശഹത്യയെക്കുറിച്ച് സൂചിപ്പിക്കുന്നത്. അപ്പോൾ മംദാനി ഒരു ദിവസം ഒരു മേയറായി ഉയർന്നു വരികയല്ലേ ചെയ്യുന്നത്. ഈ വംശവിരോധം എന്നുള്ളത് അമേരിക്കയിൽ വളർത്തിയെടുത്തതിൻ്റെയും ലോകത്ത് തന്നെ ഉണ്ടായി വരുന്നതിൻ്റെയും അതിലുള്ള ക്രൂരതയും പൈശാചികതയും സൂചിപ്പിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അതിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു നോക്കുക, ഈ ഒരു പോക്കർ അല്ലെങ്കിൽ ഒരു KEN എഴുതുന്നു, വായിക്കുന്നു, സംസാരിക്കുന്നു, ഇത് തടഞ്ഞതുകൊണ്ട് ഇവിടെ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഇത് പോക്കറുടെയോ KENൻ്റെയോ മാത്രം പ്രശ്നമല്ല. ഇന്ത്യയിൽ ഇന്ന് നിലനിൽക്കുന്ന ഫാസിസ്റ്റുകൾക്ക് അറിഞ്ഞോ അറിയാതെയോ പിന്തുണ കൊടുക്കുന്നതിന് തുല്യമാണ്. നമ്മൾ വലത്ത് കൈ കൊണ്ട് ചെയ്യുന്ന കാര്യം ചിലർ ഇടത് കൈ കൊണ്ട് റദ്ദ് ചെയ്യും. അതുപോലെയാണ് ഈ ഒരു വശത്ത് പുരോഗമനം പറയുകയും മറുവശത്ത് രാമായണ സപ്താഹങ്ങൾ നിരന്തരം നടത്തിക്കൊണ്ട് മറുവശത്ത് എന്താണോ സംഘപരിവാർ ഇന്ത്യയിലുടനീളം പറഞ്ഞു നടക്കുന്നത് അതിൻ്റെ അന്തരീക്ഷത്തിലേക്ക് കേരളത്തിലെ മനുഷ്യരെ പോലും കൊണ്ടുപോവുകയും ചെയ്യുക. ഒരു വശത്ത് ഇന്ത്യയിൽ, കേരളത്തിൽ പ്രത്യേകിച്ച് 92 ശേഷം, പ്രത്യേകിച്ച് അയോധ്യാനന്തരം വലിയ രീതിയിലുള്ള സാംസ്കാരിക പ്രവർത്തനം നടന്നിട്ടുള്ളത് ഈ വംശീയ ഫാസിസത്തിനെതിരായിട്ടാണ്. പുരോഗമന സാഹിത്യ പ്രസ്ഥാനം തന്നെ കേരളത്തിൽ പല രീതിയിലുള്ള ക്യാമ്പുകൾ, ഫാസിസ്റ്റ് വിരുദ്ധ ക്യാമ്പുകൾ, ചർച്ചകൾ പിന്നെ ഒക്കെ വ്യാപകമായി നടത്തിയിരുന്നു. അപ്പോൾ ഒക്കെ തന്നെ ഇങ്ങനെ നടന്നുകൊണ്ട് 92 ശേഷം ഒരു 2005, 2007 ഒക്കെ ആകുമ്പോഴേക്കാണ് യഥാർത്ഥത്തിൽ ഞാൻ ഈ പുസ്തകത്തിൽ ഉദ്ധരിച്ച പോലെ ഇവരെ എന്താണ് ഇങ്ങനെ കയറൂരി വിട്ടിരിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരെന്താണ് കയറൂരി ഇരിക്കുന്നത് എന്ന് ചോദിക്കുന്നതിലൂടെ ഒരു സന്ദേശം പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് കൊടുക്കുകയാണ്. അതുവരെ നമ്മുടെ നാട്ടിലെ കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനത്തിനകത്തൊക്കെ തന്നെ വളരെ ഭൗതികവാദപരമായ നിലപാടും ഡയലക്റ്റിക്സും അതുപോലെ തന്നെ ഫാസിസത്തിനെതിരായിട്ടുള്ള 1935 പാരീസിലെ ഐക്യമുന്നണിയെക്കുറിച്ചും ഒക്കെ നിരന്തരം സംസാരിച്ചു കൊണ്ടിരുന്ന വേദികളിലേക്ക് പെട്ടെന്ന് തന്നെ മഹാഭാരത, രാമായണ ഒക്കെ പ്രഭാഷണങ്ങളുടെ വേലിയേറ്റങ്ങൾ ഉണ്ടാവുകയും ഒരു പുതിയ ഓഡിയൻസിനെ ഇതിലൂടെ രൂപപ്പെടുത്തുകയും അത് വാസ്തവത്തിൽ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പുകളിലേക്ക് എത്തി അതിൻ്റെ ഫലവുമായി കൂട്ടി വായിക്കേണ്ടതാണ്. യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പുകളിലേക്ക് വെറുതെ ഒരു ആൻറ്റി ഇൻക്യുബൻസി കൊണ്ടുവരുന്ന ഒരു വോട്ട് മാത്രമല്ല, തീർച്ചയായും അത്തരത്തിലുള്ളൊരു വോട്ട് വന്നേക്കാം. പക്ഷേ അതിനേക്കാൾ ഉപരി നമ്മൾ ആലോചിക്കേണ്ടത് സംഘപരിവാർ കേന്ദ്രിതമായ ചിന്തയ്ക്ക് വലിയ പിന്തുണയില്ലാത്ത കേരളത്തിൽ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ആഭിമുഖ്യം ഉണ്ടാക്കിയത്, അതിന് പിന്തുണ ഉൽപ്പാദിപ്പിക്കുന്നതിൽ പ്രച്ഛന്ന പുരോഗമനം എന്ന് പറയണം. പുരോഗമനം എന്ന് പറയുന്നതല്ല, പ്രച്ഛന്ന പുരോഗമനകാരികൾ. എങ്ങനെയാണ് പ്രച്ഛന്ന ഒരാൾ പുരോഗമനവാദിയും ഒരാൾ പ്രച്ഛന്ന പുരോഗമനവാദിയാവുന്നത് നമ്മൾ ഒന്ന് ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. അത് വേറെ തന്നെ ഒരു വലിയ വിഷയമാണ്, പ്രത്യേകം സംസാരിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം ഈ ഏത് ലോകത്തായാലും ഏത് രാജ്യത്തായാലും നമ്മൾ കണ്ടിട്ടുള്ള, പ്രത്യേകിച്ച് ഈ മാർക്സിസത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ തന്നെ മുഖ്യമായും അവിടുത്തെ ഭരണകൂട പ്രത്യയശാസ്ത്രത്തെ എതിർത്തുകൊണ്ടാണ്. മാർക്സ് മുതൽ പറയുന്നത് എന്താ, റൂളിങ് ഐഡിയാസിനെ കുറിച്ചാണ്. ഭരണവർഗ ആശയം എന്നാണ്. ഇന്ത്യയിലെ ഭരണവർഗം ആശയം എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ നോക്കി കഴിഞ്ഞാൽ ബ്രാഹ്മണിസാണ്. അതിൽ യാതൊരു സംശയവും ആർക്കും ഉണ്ടാവാൻ സാധ്യതയില്ല.
ബ്രാഹ്മണിസം തന്നെയാണ് നമ്മൾ മനുവാദം എന്ന് പറയുന്നത്. ഈ ബ്രാഹ്മണിസം തന്നെയാണ് ഇതിൻ്റെ പിന്നെ കേന്ദ്രം എന്ന് പറയുന്നത് ജാതി വ്യവസ്ഥയാണ്. ഈ ജാതി വ്യവസ്ഥയെ കേന്ദ്രീകരിച്ചുള്ള മനുവാദ കേന്ദ്രിതമായ ബ്രാഹ്മണിസത്തെ വിമർശിക്കുന്നതിന് പകരം അതിന് നിരന്തരം പിന്തുണ കൊടുക്കുന്ന, ആയിക്കോട്ടെ അങ്ങനെ ഒരാൾ പിന്തുണ കൊടുത്തോട്ടെ, പക്ഷേ അത് പുരോഗമനപരമാണ് എന്ന് പറയുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് പ്രച്ഛന്ന പുരോഗമനപരമാണ്, യഥാർത്ഥത്തിൽ പുരോഗമനപരമല്ല. ഇപ്പോൾ ഒരു മതവിശ്വാസിക്കോ അല്ലെങ്കിൽ രാമായണ മഹാഭാരത കൃതികളിലൊക്കെ ആകൃഷ്ടരായ മനുഷ്യനോ സംഘപരിവാറിനെയൊക്കെ വിമർശിക്കാനുള്ള അവകാശമുണ്ട്. അങ്ങനെ ചെയ്യുന്ന ആളുള്ളൂ. ഞാൻ ഈ ബുക്കിൽ തന്നെ ഇട്ടുത്ര വാര്യരെക്കുറിച്ച് പറയുന്നുണ്ട്, പ്രൊഫസർ ഇട്ടുത്ര വാര്യരെക്കുറിച്ച്. കാരണം പ്രൊഫസർ ഇട്ടുത്ര വാര്യർ വിശ്വാസിയാണ്, എന്നെയൊക്കെ ക്ലാസ് എടുത്ത് ഭഗവത്ഗീതയൊക്കെ പഠിപ്പിച്ച ആളാണ്. പിന്നെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണിത്. അത് സത്യസന്ധമായിട്ടുള്ളൊരു ആഖ്യാനാണ്, ആവിഷ്കാരമാണിത്. അങ്ങനെ ഏതിലും വിശ്വസിക്കാൻ മനുഷ്യർക്ക് ഇതുണ്ടല്ലോ. പക്ഷേ ഇതിന് വിധേയമാകുന്ന ആളുകൾക്ക് അത് തുറന്നു കാണിക്കാനും അത് വിമർശിക്കാനും അതും അവകാശമുണ്ടല്ലോ. അതാണല്ലോ ജനാധിപത്യം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വിമർശിക്കുന്ന ആളുകളെ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഇത്തരത്തിലുള്ള മുഖ്യധാര കാനോനിക്കൽ ആയിട്ടുള്ള ടെക്സ്റ്റുകളെ വിമർശന വിധേയമാക്കുകയോ അവതരിപ്പിക്കുകയോ ചെയ്യുന്ന ആളുകളെ അപരവൽക്കരിച്ച് ഇവർ സ്വത്വവാദികളാണെന്നും ഇവർ അപകടകാരികളാണെന്നും ഇവർ പടയോട്ടക്കാരാണെന്നും പറഞ്ഞുകൊണ്ട് വേട്ടയാടിയിട്ട് അത് ചോദിക്കാൻ എത്ര പേരുണ്ടാവുന്നു നമ്മുടെ സമൂഹത്തിൽ നിന്നാണ്. ആരും ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. തീർച്ചയായും അങ്ങനെ ആ സന്ദർഭത്തിലൊക്കെ പിന്തുണച്ച ആളുകളും ആ സന്ദർഭത്തിലും തുടർന്നുള്ള കാലത്തും ഒക്കെ കൂടെ നിന്ന ആളുകളും ധാരാളം ഉണ്ട്. പക്ഷേ വലിയ ഒരു വിഭാഗം എന്തുകൊണ്ടാണ് അവരുടെ സാമൂഹികമായ തിരിച്ചറിവ് യഥാർത്ഥത്തിൽ ഈ ദിശയിലേക്ക് തിരിച്ചുവിടാൻ കഴിയാതെ പോയത്? അത്രമാത്രം നമ്മൾ സംഗീതമായോ എന്ന ഒരു ചോദ്യം ഞാൻ എന്നോട് തന്നെയും നമ്മുടെ സമൂഹത്തോടും ചോദിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇതുപോലെ ഒരു ആവിഷ്കാരം നടത്തിയിട്ടുള്ളത്. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഇതുമായി ബന്ധപ്പെട്ട സംവാദം ഇവിടെ എൻ്റെ ആത്മകഥയോടുകൂടി അവസാനിക്കേണ്ടതല്ല. എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഇനിയും ഒട്ടനവധി ആത്മകഥകൾ ഇതുപോലെ വരാനുണ്ട് എന്നാണ്. ഒരുപാട് മനുഷ്യർ കുഴികളിൽ വീണു പോയിട്ടുണ്ടാവും. അങ്ങനെ കുഴികളിൽ വീണു പോകാത്ത അവശേഷിക്കുന്ന ഒട്ടനവധി മനുഷ്യരിൽ നിന്ന് ഒരുപക്ഷെ നാളെ ഇതുപോലെ ആത്മകഥകൾ വരികയും ഈ കാലം എല്ലാറ്റിനും കണക്ക് പറയുകയും ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ആ ഒരു കണക്ക് പറയൽ എന്നുള്ളത് തീർച്ചയായും ആരെങ്കിലും എതിർക്കാൻ വേണ്ടിയല്ല, പൊതുമണ്ഡലത്തിൽ സംവാദങ്ങൾ ഉയർന്നു വരാനും നമ്മൾ തന്നെ സ്വയം അറിഞ്ഞും അറിയാതെയും അകപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ പറയുന്ന ആശയാധികാര വ്യവസ്ഥയെ ഉല്ലംഘിക്കാൻ വേണ്ടിയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും അത് നിർവഹിക്കുക എന്നുള്ളത് ഒരു ഉത്തരവാദിത്തമാണ്. അതിൻ്റെ സാഹസവും അതിൻ്റെ ബുദ്ധിമുട്ടും അതിൻ്റെ വേദനയും അതിൻ്റെ യാതനയും ഒക്കെ ചിലപ്പം നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും. അങ്ങനെ മാത്രമേ വാൾട്ടർ ബെഞ്ചമിനൊക്കെ പറയുന്ന പോലെ ചരിത്രത്തിൽ ഒരുപാട് ചോരച്ചാലുകളിലൂടെയാണല്ലോ പിന്നെ പുരോഗതികൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഇവർ കെട്ടിപ്പൊക്കുന്ന എല്ലാ പുരോഗതിക്കും അടിയിൽ അമർന്നു പോകുന്ന മനുഷ്യരുടെ ചോരയുണ്ട്, നീരുണ്ട്, കണ്ണീരുണ്ട് എന്നുള്ളത് പറയുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ചെയ്തിട്ടുള്ളത്.